ഈ MAP എന്ന് പറയുന്ന സംഭവമാണ് ഇത്രയും കുറഞ്ഞ ഫീസ് മുടക്കി കുട്ടികൾക്ക് പുറത്തു പോയി പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ? വലിയ ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു പ്രോഗ്രാമാണ് നമ്മളെ പ്രോഗ്രാം ഇൻ ടേംസ് ഓഫ് ടൈം. 18 മാസം കൊണ്ട് ഒരു ഡിഗ്രി എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. MAP കോഴ്സിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്റ്റീവ് സാധനം എന്ന് പറയുന്നത് ഡെഫിനറ്റായിട്ടും ഈ എമൗണ്ട് തന്നെയാണ്. 8 മാസം അവർ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് നേരെ 13+ കൺട്രീസിൽ പോയിട്ട് ഇവർക്ക് ബാക്കി അവിടെ പഠിക്കാനുള്ളൊരു ഓപ്ഷനാണ്. ഹലോ, നമസ്കാരം. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പൊതുവെയുള്ളൊരു ട്രെൻഡാണ് +2 ശേഷം സ്റ്റുഡൻസിന് പുറത്ത് പോയി പഠിക്കുക എന്നുള്ളത്, അബ്രോഡ് സ്റ്റഡീസ്. പക്ഷേ ആഗ്രഹമുണ്ടെങ്കിലും പലർക്കും ഇതിന് സാധിക്കാൻ പറ്റാതെ പോകുന്നത് ഈ ഹെവി ട്യൂഷൻ ഫീസ് കാരണമാണ്. പക്ഷേ സ്റ്റുഡൻസ് 1,99,000 രൂപ മുതൽ മുടക്കി നിങ്ങൾക്ക് പുറത്ത് പോയി പഠിക്കാമെന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ? അപ്പോൾ നിങ്ങളുടെ സ്റ്റഡീസിനെ കുറിച്ച്, കുറഞ്ഞ ട്യൂഷൻ ഫീസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ സാർ, നമ്മൾ തുടങ്ങല്ലേ? യെസ്. അപ്പം എന്താണ് ഈ മോഡുലർ ആക്സിലറേഷൻ പ്രോഗ്രാം എന്നുള്ളത് പറഞ്ഞുകൊണ്ടിട്ടാണ് തുടങ്ങാൻ പോകുന്നത്. ഇതാണ് ഈ MAP എന്ന് പറയുന്ന സംഭവമാണ് ഇത്രയും കുറഞ്ഞ ഫീസ് മുടക്കി കുട്ടികൾക്ക് പുറത്തു പോയി പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ? ഇതൊരു 4 months മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഫോക്കസിങ് ഓൺ ബാച്ചിലർ ഡിഗ്രീസാണിത് ഫോളോ ചെയ്യുന്നത്. 13ഓളം സ്ട്രീംസാണ് ഇപ്പോൾ നമുക്ക് നിലവിലുള്ളത്. അതിൽ 3 സ്ട്രീംസ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിസിനസ് ആൻഡ് മാനേജ്മെൻറ്റ്, അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ്, ഡാറ്റാ സയൻസ് ആൻഡ് AI എന്ന് പറയുന്ന കോഴ്സ്. കുട്ടികൾ +2 ഇപ്രാവശ്യം പാസ്സായിട്ടുള്ള കുട്ടികൾ, അല്ലെങ്കിൽ ഓൾറെഡി +2 കഴിഞ്ഞ് വേറെ ഏതെങ്കിലും കോഴ്സുകൾ പഠിച്ചിട്ടുള്ള കുട്ടികൾ, ഇവർക്ക് നമ്മൾ അടുത്തേക്ക് വന്ന് 4 months മുതൽ 8 months വരെ നമ്മുടെ ക്യാമ്പസിൽ, കൊച്ചിയിലുള്ള തൃക്കാക്കരയിലുള്ള നമ്മുടെ ക്യാമ്പസിൽ വന്നിട്ട് പഠിക്കാം. പഠിച്ചിട്ട് 8 മാസം അവർ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് നേരെ 13+ കൺട്രീസിൽ പോയിട്ട് ഇവർക്ക് ബാക്കി അവിടെ പഠിക്കാനുള്ളൊരു ഓപ്ഷനാണ് നമ്മൾ ഈ മോഡുലർ ആക്സലറേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ അതായത് കേരളത്തിൽ പഠിച്ചു കഴിഞ്ഞിട്ട് അബ്രോഡിൽ എഗെയിൻ പഠിക്കാൻ പോവാം. അപ്പോൾ ഒബ്വിയസ്ലി പേരൻസിനൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, ഇത് എത്രത്തോളം ട്രസ്റ്റ് വർത്തിയാണ് എന്നുള്ളത്. കാരണം നമ്മൾ അബ്രോഡ് സ്റ്റഡീസിനെ കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പോൾ കേരളത്തിൽ ഇതിപ്പോൾ 10 മാസം പഠിച്ച് പിന്നെ 8 മാസം പുറത്ത് പോയി പഠിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? ബേസ്ഡ് ഓൺ നമ്മുടെ കരിക്കുലംസാണ് യൂണിവേഴ്സിറ്റീസുമായിട്ട് ഇത് ആർട്ടിക്കുലേറ്റ് ചെയ്യാമെന്ന് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ബേസ്ഡ് ഓൺ നമ്മൾ കൂടെ പഠിക്കുന്ന ടൈം, ഗൈഡഡ് ലേണിംഗ് അവേഴ്സ് എന്ന് പറയുന്ന ഒരു ടെർമിനോളജിയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ പുറത്തുള്ള യൂണിവേഴ്സിറ്റീസുമായിട്ട് നമ്മൾ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് ടെക്നിക്കലാണ് ഈ പറയുന്ന കാര്യങ്ങൾ. പക്ഷേ ചോദിച്ച ചോദ്യം കുറച്ച് മർമ്മപ്രധാനമായ ചോദ്യം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സിറ്റീസ് നമ്മളെ കൂടെ പഠിക്കുന്ന 2 സെമിസ്റ്റേഴ്സ്, അതായത് 4 months 1 semester and the other 4 months 1 semester. ഈ 8 മാസം അല്ലെങ്കിൽ 4, ഇതിലൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, അതായത് ഒരു കുട്ടിക്ക് വേണമെങ്കിൽ 4 മാസം പഠിക്കാം, അല്ലെങ്കിൽ 8 മാസം പഠിക്കാം. 4 മാസം പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിദേശത്ത് പോയി 2 വർഷം പഠിക്കാം. ഓക്കെ, ഒബ്വിയസ്ലി അതൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സൈഡാണത്. ഓക്കെ, ഇനി അതല്ല, നമ്മുടെ കൂടെ 8 മാസം പഠിക്കുമ്പോൾ വെളിയിൽ പോയി ഒരു വർഷം പഠിച്ചാൽ മതി. ഇതിൻ്റെ ഒരു ബേസിക് ഏരിയ എന്ന് പറയുന്നത് പ്രൈസിങ് തന്നെയാണ്. കാരണം നമ്മളെ കൂടെ 4 മാസം പഠിക്കുമ്പോൾ അപ്രോക്സിമേറ്റ്ലി പുറത്ത് പോയി സ്പെൻഡ് ചെയ്യേണ്ട ഫീസ് പ്ലസ് ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ടാണ്. ഒബ്വിയസ്ലി കുട്ടികൾ അല്ലെങ്കിൽ രക്ഷിതാക്കൾ നോക്കുന്നത് മിതമായ രീതിയിൽ കുട്ടികളെ പുറത്തേക്ക് പറഞ്ഞയക്കാനാണ്. സോ അതുകൊണ്ട് ആണ് നമ്മൾ 8 months പ്രോഗ്രാം നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് കുട്ടികളിലേക്ക്. 8 മാസം നമ്മുടെ അടുത്ത് വന്ന് പഠിക്കുന്നു, ബാക്കി 1 വർഷം പുറത്ത് പോയി പഠിക്കുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചറിങ് വരുന്നത്. 18 മാസം ഇൻക്ലൂഡിങ് ഒരു അസസ്മെൻറ്റ് ടൈം, UK ഒരു അസസ്മെൻറ്റ് ടൈം എന്ന് പറയുന്നത് 2 months ആണ്. അപ്പോൾ ടോട്ടലി 20 months, അപ്രോക്സിമേറ്റ്ലി 20 months ഒക്കെ വരും. ബട്ട് വർക്കിംഗ് ഡേയ്സ് അല്ലെങ്കിൽ ഒരു അക്കാഡമിക് കലണ്ടർ ഡേയ്സ് നോക്കുകയാണെങ്കിൽ 18 months ഉള്ളിൽ ഒരു കുട്ടിക്ക് ബാച്ചിലർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ 1/3 ഓഫ് ദ കോസ്റ്റേ വരുന്നുള്ളൂ. അതായത് 70% മാത്രമേ ഒരു കുട്ടിക്ക് കോസ്റ്റ് വരുന്നുള്ളൂ പഠിക്കാൻ. ഓക്കെ, ദ റെസ്റ്റ് സ്കോളർഷിപ്പായിട്ട് അവർക്കത് കവർ ചെയ്യാൻ പറ്റും. സെക്കൻഡ്ലി 13ഓളം കൺട്രീസിലേക്കാണ് നമുക്ക് ഈ ഒരു പ്രോസസ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇത് ഒരേപോലെ അവകാശപ്പെട്ടതാണ് പുറത്തു പോയി ബാക്കി പഠിച്ച് ഡിഗ്രി ചെയ്യുക എന്നുള്ളത്. മാർക്ക് തന്നെയാണ് ബേസിക്കലി ഇതിൻ്റെ ഒരു ബേസിക്കായിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത്.
അപ്പം ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പൊതുവേ നമ്മൾ UK അല്ലെങ്കിൽ യൂറോപ്പ് കൺട്രീസിലേക്കൊക്കെ പോകുമ്പോൾ IELTS ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ വന്നു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും അബ്രോഡ് സ്റ്റഡീസിൽ സെയിം ക്രൈറ്റീരിയാസ് തന്നെയായിരിക്കും വരുന്നത്? ക്രൈറ്റീരിയാസ് എല്ലാ ക്രൈറ്റീരിയാസും ഒരു വിധത്തിൽ അക്കാഡമിക്കിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ പഠിക്കാൻ പോകുന്ന കുട്ടികൾ അവിടുത്തെ നേറ്റീവ് സ്പീക്കേഴ്സുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാൻ പോകുന്നത്. മാസ്റ്റേഴ്സിൽ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഏറെക്കുറെ അറിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കൂടെ ക്ലാസ്സിൽ ഉണ്ടാവുന്നത് 70% വിദേശി കുട്ടികളും ബാക്കി 30%, ഞാൻ മെയിൻലി ഈ ബിസിനസ് മാനേജ്മെൻറ്റ് കോഴ്സുകളെ പറ്റിയിട്ടാണ് പറയുന്നത്, ബാക്കി 30% ആയിരിക്കും അവിടുത്തെ UK അല്ലെങ്കിൽ യൂറോപ്യനിലുള്ള കുട്ടികൾ കൂടുതലുണ്ടായിരിക്കുക. പക്ഷേ ബാച്ചിലർ ഡിഗ്രിയിലേക്ക് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പോകുന്നത് 10% കുട്ടികളെ പോകുന്നുള്ളൂ. ബാക്കി 90%ഓളം അവിടുത്തെ സ്വദേശികളായ കുട്ടികളായിരിക്കും. ഇതിൽ വരുന്ന ഇപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷനുണ്ട്. IELTS വേവ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. IELTSനെ പറ്റിയിട്ടാണ് കുട്ടികൾ കൂടുതൽ ബോധേഡായിട്ടിരിക്കുന്നത്. ഇതൊരു ഒരു എന്താ പറയുക ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ബേസിക്കലി ഇത് കുട്ടികൾക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രൊഫഷ്യൻസി ലെവൽ ഒരു വിധം വരെ അവർക്ക് കമ്മ്യൂണിക്കേഷനിലും പ്ലസ് അക്കാഡമിക് സൈഡിലും അവർക്ക് ഉപകരിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി അത് അവർക്ക് ഒരു പരിധി വരെ അത് അക്കാഡമിക് സൈഡും അവർക്ക് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നമ്മൾ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നതും IELTS തന്നെയാണ്. നമ്മൾ ആ ഒരു പാത്ത് വേ ഫോളോ ചെയ്യാനാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ് അത്യാവശ്യം പ്രൊഫഷ്യൻസി ഉള്ള കുട്ടികൾക്ക് അത് വേവ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷന് കൂടെ ഉണ്ട്. ഓക്കെ, കുറച്ച് ലോങ് ഡിബേറ്റിനുള്ളൊരു കാര്യം കൂടിയാണ്. പക്ഷേ ഈ ഒരു ടൈം ഫ്രെയിമിൽ ഞാൻ വളരെ എളുപ്പമായിട്ട് പറയാൻ പറ്റുന്ന ഒരു മെത്തേഡായിട്ടാണ് ഞാനിത് പറയുന്നത്. പിന്നെ IELTS അല്ലാതെ വരുന്ന റിക്വയർമെൻറ്റുള്ള കുറച്ച് കൺട്രീസ് ഉണ്ട്. അതായത് ഇപ്പോൾ ജർമ്മനി, അവിടെയൊക്കെ യൂറോപ്യൻ ലാംഗ്വേജ് അവരുടെ നാറ്റീവ് ലാംഗ്വേജും അവർ ചോദിക്കുന്നുണ്ട്. സോ ഇപ്പോൾ ജർമ്മനിയിൽ പോകേണ്ട കുട്ടികൾ ചില യൂണിവേഴ്സിറ്റീസ് 2 ലാംഗ്വേജും ചോദിക്കുന്നുണ്ട്. IELTSും ചോദിക്കുന്നുണ്ട്, ജർമ്മൻ ലാംഗ്വേജ് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റ് അവരുടെ നാറ്റീവ് പ്രൊഫഷ്യൻസിയും ചോദിക്കുന്നുണ്ട് ലാംഗ്വേജസിൻ്റെ. അപ്പോൾ ഇത് രണ്ടും കൂടി പഠിച്ചെടുക്കുന്ന കുട്ടികളുമുണ്ട്. മനസ്സിലായല്ലോ? സോ ഡിപ്പെൻസ് ഓൺ അവിടെ ഏത് രാജ്യമാണ് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലേ? യെസ്. അപ്പോൾ അത് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ജർമ്മനി പോലത്തെ കൺട്രീസിൽ പോയി പഠിക്കുന്ന സമയത്ത് ഇത് ഒരുപാട് അഡ്വാൻറ്റേജ് ആണ്. കാരണം അവിടുത്തെ നാറ്റീവ് സ്പീക്കേഴ്സിനായിട്ട് സംസാരിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഭാഷ പ്രൊഫഷ്യൻസി ഡെഫിനറ്റ്ലി വേണമല്ലോ. നമ്മൾ ഈ ഒരു മോണിറ്ററി ബെനഫിറ്റ് നോക്കുകയല്ലാതെ ഈ MAP കൊണ്ട് വേറെ എന്തൊക്കെയാണ് സ്റ്റുഡൻസിന് ഉപകാരമുള്ളത്? വലിയ ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു പ്രോഗ്രാമാണ് നമ്മളെ പ്രോഗ്രാം ഇൻ ടേംസ് ഓഫ് ടൈം. 18 മാസം കൊണ്ട് ഒരു ഡിഗ്രി എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. കാരണം നമ്മുടെ ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുന്നത് വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ലൈഫ് ടൈമാണ് ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4 വർഷം കൊണ്ട് ഡിഗ്രി എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിൽ 18 മാസം കൊണ്ട് ഡിഗ്രി എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. സെക്കൻഡ്ലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പുറത്ത് പോയി പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും ഓപ്പർച്യൂണിറ്റി ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് എപ്പോഴും. നമ്മുടെ നാട്ടിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ പോകുന്ന കുട്ടികളിൽ ഏറെക്കുറെ ഫേക്ക് എക്സ്പീരിയൻസ് കാണിച്ച് പോകുന്ന കുട്ടികളാണ്. അതായത് 2 വർഷം ഞങ്ങൾ ഒരു കമ്പനിയിൽ മാനേജറിയൽ എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ സൂപ്പർവൈസർ എക്സ്പീരിയൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന കുട്ടികളാണ്. സ്വാഭാവികമായിട്ടും അവർ പഠിക്കുന്ന കാര്യങ്ങളിൽ അവർക്ക് എക്സ്പീരിയൻസ് ഒന്നും അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അക്കാഡമിക് മാത്രമേ അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇതുകൊണ്ട് തന്നെ ഒരു സ്കില്ല് അവർക്ക് ഗെയിൻ ചെയ്യുന്നില്ല എൻഡ് ഓഫ് ദി ഡേ. അപ്പോൾ ബാച്ചിലർ ഡിഗ്രിയിൽ വരുന്ന കുട്ടികൾക്ക് എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ബേസിക് ബിഗിനേഴ്സായിട്ടാണ് അവിടുത്തെ കമ്പനീസ് കാണുന്നത്. ഗവൺമെൻറ് സപ്പോർട്ടുണ്ട്. ഒരു പരിധി വരെ കുട്ടികൾക്ക് ജോലി കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഗവൺമെൻറ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ത്രൂ അപ്രൻറ്റൈസ്ഷിപ്പ് എന്നൊക്കെ പറയുന്ന ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. പക്ഷേ ഏറെക്കുറെ അവിടുത്തെ സ്വദേശികളെ തന്നെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും എൻട്രി ലെവൽ കുറച്ചുകൂടെ നമ്മുടെ കുട്ടികൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, MAP പ്രോഗ്രാം ത്രൂ പോകുന്നത്. അതുപോലെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇത്രയും മെയിൻ സ്ട്രീം സ്പെഷ്യലൈസേഷനുള്ള കോഴ്സുകൾ തന്നെയാണ്. ഡെഫിനറ്റ്ലി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഡാറ്റാ സയൻസ് ആൻഡ് AI എന്ന് പറയുന്ന കോഴ്സുകൾ ഒരിക്കലും അപ് ടു ഡേറ്റ് ആണ് എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. നമ്മുടെ MAP കോഴ്സിൽ ഏറ്റവും അഡ്വാൻറ്റേജ് ഉള്ള ഒരു കാര്യം എന്താ വെച്ചാൽ 3 വർഷത്തോളം ഇത് 3 വർഷത്തിൻ്റെ ഉള്ളിൽ കോഴ്സ് മീൻസ് ഈ സിലബസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പഠിക്കുന്ന കാര്യങ്ങൾ അപ് ടു ഡേറ്റ് ആയിരിക്കും. ഇതിനൊരു ഒരു അഡീഷണൽ സ്കിൽ കോഴ്സ് ചെയ്ത് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല.
ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇത്രയധികം ആഡ് ഓൺ കോഴ്സുകൾ ജനിക്കാനുള്ള കാരണം, മനസ്സിലായല്ലോ. കാരണം ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളൊരു സിലബസ് പഠിക്കുന്നത് കൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ട് വരാൻ കാരണം. അവരൊരു അഡീഷണൽ ആഡ് ഓൺ കോഴ്സ് എടുത്ത് പഠിച്ച് അതിൽ സർട്ടിഫിക്കേഷൻ ചെയ്യേണ്ട ഒരു ഗതികേട് കുട്ടികൾക്ക് വരുന്നത്. മൂന്നാമത്തേത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാംസ് ഇല്ല. എക്സാംസ് ഇല്ലാതെ പഠിക്കാനൊക്കെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടല്ലോ. ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യമാണ് പരീക്ഷ എന്ന് പറയുന്ന. കാരണം നമ്മളൊക്കെ ഫേസ് ചെയ്ത് വരുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ പരിചയിച്ചിട്ടുള്ളൊരു അസസ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് അസസ്മെൻ്റാണ്. പലപ്പോഴും കുട്ടികൾക്ക് പരീക്ഷയിലൂടെ പെർഫോം ചെയ്യാൻ പറ്റാത്ത കുട്ടികളുണ്ട്, മനസ്സിലായില്ല. ഇത് ഈ പരീക്ഷയിൽ തോൽക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പേടി കൊണ്ട് മറക്കുന്ന കുട്ടികളുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, അവർക്ക് ആ ഒരു ഫോമാറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത നമ്മുടെ ഒരു പഠന രീതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വായിച്ച് മനസ്സിലാക്കിയിട്ട് ആ മനസ്സിലായ കാര്യങ്ങൾ ത്രൂ അസൈൻമെൻ്റായിട്ട് ഒരു ട്യൂട്ടർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് വളരെ റിലാക്സ്ഡ് ആയിരിക്കും കുട്ടികൾക്ക്. അവരുടെ അസസ്മെൻറ്റ് ടൈം വരുന്ന സമയത്ത് പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് ഡെഡ് ലൈൻ മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസസ്മെൻറ്റ് മെത്തേഡ്. ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അസസ്മെൻറ്റ് മെത്തേഡ് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ നാട്ടിൽ വേറെ ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ എന്താ പറയുക, ഒരു ജയപരാജയം എന്ന് പറയുന്ന ഒരു പരിധി വരെ നമുക്ക് കവറപ്പ് ചെയ്യാൻ പറ്റും ഈ ഒരു അസസ്മെൻറ്റ് മെത്തേഡ് ഫോളോ ചെയ്യുന്ന. ഇത്രയും ബെനിഫിഷ്യലാണ് MAP എന്നുണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കും കേരളത്തിൽ ഇത് അത്ര പോപ്പുലർ അല്ലാത്തത്? കാരണം ഞാൻ പോലും വളരെ റീസെൻ്റ് ആയിട്ട് കേട്ട ഒരു ടേമാണ് MAP എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ടു ചേഞ്ച് എന്ന് പറയുന്ന നമ്മളെല്ലാവരും ശീലിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഒരു മാസിനെ ഫോളോ ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. അതെ, ഇപ്പോൾ ഒരു കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കും. നമുക്ക് ഈ ഡിഗ്രി 3 വർഷം എന്നുള്ളത് ആരുണ്ടാക്കിയതാ? ഓക്കെ, സോ അവിടുന്ന് നമ്മൾ ചിന്തിക്കണം. ഡിഗ്രി 3 വർഷം എന്ന് പറയുന്നത് എങ്ങനെയാണ് ആ ഒരു ടൈം ഫ്രെയിം വന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം ചിന്തിക്കുന്നിടത്താണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഡിബേറ്റിലേക്ക് വരുന്നത്. നമ്മളെ നാട്ടിൽ ഇപ്പോൾ BTech ഫോർ എക്സാമ്പിൾ പഠിക്കുന്ന കുട്ടികൾ 40-45 പേപ്പറുകളും പഠിച്ച് അവരെക്കാളും മികച്ച വിദ്യാർത്ഥികൾ വേൾഡിലുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയും പരീക്ഷകൾ എഴുതി ഇൻറ്റേർണൽ മാർക്കിന് ടീച്ചേഴ്സുമായി. ഞാൻ BCom ആയിരുന്നു. അതെ. അപ്പോൾ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തിട്ടൊക്കെയാണ് ഇവർ വരുന്നത്. അത്രയും അക്കാഡമിക്കലി ബ്രൈറ്റ് ആയിട്ടുള്ള പിള്ളേരുടെയും അല്ലെങ്കിൽ ഒരു ആവറേജ് സ്റ്റുഡൻറ്റേയും കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചു വരുന്ന കുട്ടികൾക്ക് കിട്ടുന്ന റെക്കഗ്നിഷൻ, തിങ്ക് അബൌട്ട് ലാസ്റ്റ് 2 ഇയേഴ്സിൽ വന്നിട്ടുള്ള അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്ന് പറയുന്നത്, ഗ്രാജുവേറ്റ്സിൻ്റെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അവർ ഡിഗ്രി കഴിഞ്ഞ് പഠിച്ച് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കോൾ സെൻറ്ററിൽ പോകും, അല്ലെങ്കിൽ ഊബർ ഓടിക്കാൻ പോകും. ഇതാണ് ഒരു ഗ്രാജുവേറ്റ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഉള്ള രക്ഷിതാക്കൾ ഒരിക്കലും ഒരു എഡ്യൂക്കേഷനിൽ എങ്ങനെ ഒരു അപ്ഡേറ്റ് വേണം എന്നുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ എന്താണ് ട്രെൻഡിങ് എന്നുള്ളത് രക്ഷിതാക്കൾ നോക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നമുക്കൊക്കെ പല കാര്യങ്ങളും നമ്മൾ എന്തെങ്കിലും ഹൗസ് ഹോൾഡ്സ് എന്തെങ്കിലും മേടിക്കുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ ചിന്തിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര വർഷം ഓടും, മനസ്സിലായില്ല, ഇത് എത്ര വർഷം നമുക്ക് ഡ്യൂറബിളായിട്ട് നിൽക്കാൻ പറ്റും എന്നുള്ളത്. എന്തുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മാത്രം അത് നോക്കുന്നില്ല? കാരണം അതൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ എങ്ങനെ കഷ്ടപ്പെടണം എന്നുള്ളത് തീരുമാനിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണത്, മനസ്സിലായല്ലോ. അവർ ബുദ്ധിമുട്ടണോ, ജോലി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടണോ, അല്ലെങ്കിൽ കുറച്ച് പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെ കിട്ടിയാൽ മതിയോ, അല്ലെങ്കിൽ നല്ലൊരു കരിയർ ഗ്രോത്ത് സ്റ്റാർട്ടിങ്ങിലേ വേണോ, അവർക്ക് എന്തൊക്കെ സ്കില്ല് വേണോ, ഇതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ അടുത്തുനിന്ന് തന്നെയാണ് ആ ക്വാളിറ്റിയും അവർ ഗെയിൻ ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി റെക്കഗ്നിഷൻസ്, അക്സെപ്റ്റൻസ്, ഇതൊക്കെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വലിയൊരു ഭാഗമാണ്. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ നമുക്ക് ഒരു വാക്കിൻ ഇൻ്റർവ്യൂസ് വരുന്നുണ്ട് എന്ന് വിചാരിക്കുക, നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് വിചാരിക്കുക. 99% CV-കളിൽ കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മാസം 4 മാസം വർക്ക് ചെയ്തിട്ടുള്ള പ്രൊഫൈൽസാണ് കിട്ടുന്നത്. എവിടെയും ആരും സ്റ്റേബിളല്ല, മനസ്സിലായല്ലോ. അപ്പോൾ ഒന്നും എവിടെയും പഠിക്കുന്നില്ല, ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുക എന്നല്ലാതെ വേറെ ഒന്നും അവർ ഗെയിൻ ചെയ്യുന്നില്ല. ഒരു നെക്സ്റ്റ് ലെവൽ കരിയറിലേക്ക് പോകുന്ന ഒന്നും അവർ ഗെയിൻ ചെയ്യുന്നില്ല. ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ പറയാം. ഞാൻ UK ഗ്രാജുവേറ്റാണ്, ബൈ ദ വേ. ഷെഫീൽഡ് ബിസിനസ് സ്കൂൾ എന്ന് പറയുന്ന UKയിലെ ഒരു ബിസിനസ് സ്കൂളിൽ നിന്നാണ് ഞാൻ ഗ്രാജുവേറ്റായി. അതിൻ്റെ ശേഷം
എൻ്റെ കരിയർ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു നല്ലൊരു സ്റ്റാർട്ടിങ്ങിലൂടെ ആയിരുന്നു. ബ്രിട്ടീഷ് പെട്രോളിയത്തിലാണ് ഞാൻ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ ദുബായിലേക്ക് റീലൊക്കേറ്റ് ചെയ്തു. കുറച്ചുകൂടെ നമുക്ക് നല്ലപോലെ ഏണിങ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കൺട്രീസുകളിലൊന്ന് ദുബായാണ്, ടാക്സ് ഫ്രീ ഡെഫിനറ്റ്ലി. ദുബായിൽ ജോയിൻ ചെയ്തതും ഓട്ടോമോട്ടീവാണ്. എൻ്റെ ക്രൈസ് ഉള്ളത് ഓട്ടോമോട്ടീവിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. ലാസ്റ്റ് ഇപ്പം ഞാൻ ദുബായിൽ വർക്ക് ചെയ്തിരുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് ഫെറാറിയാണ്, വിച്ച് ഈസ് എ ഡ്രീം കാർ ഫോർ എവറി വൺ, റൈറ്റ്. അതും വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് മലയാളികളുള്ളൊരു ഏരിയ കൂടിയാണത് ഡെഫിനറ്റ്ലി. അപ്പോൾ ഇത് ഈ ഒരു കരിയർ ബ്രേക്ക് എനിക്ക് സമ്മാനിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എൻ്റെ ബേസിക് എഡ്യൂക്കേഷൻ തന്നെയാണ്. മനസ്സിലായല്ലോ. കാരണം എനിക്ക് കിട്ടിയ എഡ്യൂക്കേഷനാണ് അവിടെ നിന്ന് അങ്ങോട്ടുള്ള എൻ്റെ കരിയർ പാത്തിലൊക്കെ എന്നെ സഹായിച്ചിട്ടുള്ളത്. ബിക്കോസ് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നത് നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സിനായിട്ട് സംസാരിക്കുന്നുണ്ട്. കീ ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയുന്നത് അത്രയും കഴിവുകളുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ നമുക്ക് എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു മിനിമം സ്കിൽ ഓർ പൊട്ടൻഷ്യൽ വേണമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അടിത്തറ വരുന്നത് എഡ്യൂക്കേഷൻ തന്നെയാണ്. അത് ചൂസ് ചെയ്യുന്നിടത്താണ് പല പാളിച്ചകളും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇതിനിടയ്ക്ക് ചോദിക്കുകയാണ്, ഇപ്പോൾ നമ്മുടെ ഒരു കോഴ്സിൻ്റെ അല്ലെങ്കിൽ MAP കോഴ്സിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്റ്റീവ് സാധനം എന്ന് പറയുന്നത് ഡെഫിനറ്റായിട്ടും ഈ എമൗണ്ട് തന്നെയാണ്. 1.99 lakhs മുതൽ എന്ന് പറയുമ്പോൾ അത് ബേസിക്കായിട്ട് ഇവിടെ ഒരു ഡിഗ്രി ചെയ്യുന്ന ഒരാൾക്ക് പോലും അതിൽ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ 18 മാസവും ഈ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുമ്പോൾ ഇത്രയും ആകുന്നുള്ളൂ എന്ന് പറയുന്നത് കുറച്ച് അത്ഭുതവും ക്യൂരിയോസിറ്റിയും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സോ ഹൗ ദാറ്റ് വർക്ക്സ്? ഓക്കെ, സോ ബേസ്ഡ് ഓൺ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മാർക്കാണ്. കാരണം പഠിക്കുന്ന കുട്ടികൾക്ക് അവസരം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഡെഫിനറ്റ്ലി അവിടെയാണ് നമുക്കും നമ്മുടെ സിലബസുമായിട്ട് ആപ്റ്റായിട്ട് പോകുന്ന കുട്ടികളെ ലേണേഴ്സിനെ നമുക്കും കിട്ടത്തുള്ളൂ. സോ ഡെഫിനറ്റ്ലി ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് മാർക്സ് ആണ്. അപ്പോൾ എത്ര ശതമാനം മാർക്ക്, അതായത് ഇപ്പോൾ ഒരു ബാച്ചിലർ +2 കഴിഞ്ഞ് ബാച്ചിലർ ഡിഗ്രിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്ന ഒരാൾക്ക് എത്ര ശതമാനം മാർക്കിന് മുകളിൽ വേണം? സ്റ്റാർട്ടിങ് 70% ആണ് നമ്മുടെ ബേസിക് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ മുകളിൽ ഇപ്പോൾ അറിയായിരിക്കുമല്ലോ, ഇപ്പോൾ നമുക്ക് കിട്ടുന്ന കുട്ടികളുടെ ബേസിക് ആ ഒരു മെറിറ്റ് നോക്കുകയാണെങ്കിൽ എല്ലാവരും 70% മുകളിലുള്ള കുട്ടികളാണ്. അപ്പോൾ സമ്പൂർണ്ണ സാക്ഷരത എന്ന് പറഞ്ഞ പോലെ സമ്പൂർണ്ണ 70% ആണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് എല്ലാ സ്റ്റുഡൻസിൻ്റെ. ഡെഫിനറ്റ്ലി അത് നെഗറ്റീവ്ലി പറഞ്ഞതല്ല, ഞാൻ നെഗറ്റീവ് ഷെയ്ഡോട് കൂടി പറഞ്ഞതല്ല. പക്ഷേ അത്രയും കോമ്പറ്റീറ്റീവ് ആണ്, റിഗ്രസ് ആപ്ലിക്കേഷൻ പ്രോസസ്സാണ് നമ്മുടേത് എന്നുള്ള നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ കുട്ടികൾക്ക് ഈ രീതിയിൽ വരുന്ന കുട്ടികൾക്ക് അവരുടെ ലാംഗ്വേജ് കുറച്ചുകൂടെ മെച്ചപ്പെട്ടതായിരിക്കും. ഡെഫിനറ്റ്ലി നമ്മുടെ മോഡ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് തന്നെയാണ്. ഇതൊരു ബ്രിട്ടീഷ് ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഒരു അടിസ്ഥാനമുള്ള ഒരു ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി അവർക്കും നിർബന്ധമാണ്, കുട്ടികൾക്കും. അപ്പോൾ ഈ ട്യൂട്ടറിങ് സ്റ്റൈലൊക്കെ എങ്ങനെയാണ്? സ്ട്രെയിറ്റ് ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ആണ് നമ്മുടെ ടീച്ചിങ് മെത്തേഡ് വരുന്നത്. ഇപ്പോൾ 2 രീതിയിലാണ് ഇപ്പോൾ നമ്മളിത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് വരുന്നത് ടോട്ടൽ ഇപ്പോൾ 8 monthsൻ്റെ ഉള്ളിൽ നമുക്ക് വരുന്നത് 720 hours മൊത്തത്തിൽ വരുന്നത്. എന്തെങ്കിലും രീതിയിൽ കുട്ടികൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും സിറ്റുവേഷൻസ് വരുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്, അതുവഴി അവർക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇനി ആ രീതിയിലും പറ്റാത്ത കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് റെക്കോർഡിങ്സ് പിന്നീട് ആ പോർഷന് അവർക്ക് കവറപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ ഉണ്ട്. അപ്പോൾ ഫ്ലെക്സിബിലിറ്റിയാണ് നമ്മളിതിൽ ഏറ്റവും കൂടുതൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുള്ളതും. നമ്മളെ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ ഇല്ലാത്തതും അത് തന്നെയാണ്, ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന കാര്യം. അപ്പോൾ ഇതൊക്കെ നമ്മൾ കടന്നു വന്നിട്ടുള്ള, നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെയാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ഫ്ലെക്സിബിലിറ്റി ഇനി വരുന്ന കുട്ടികൾക്ക് വേണമെന്നുള്ളതും പ്രൊവൈഡ് ചെയ്യണമെന്നുള്ളതൊക്കെ ചിന്തിക്കാനുണ്ടായിട്ടുള്ള ഒരു കാരണം അതുകൊണ്ട് അതൊക്കെ തന്നെയാണ്. ഈ മോഡുലർ ആക്സിലറേഷൻ പ്രോഗ്രാം അത് എവിടെ നിന്നുണ്ടായ ഒരു ഇപ്പോൾ ഒബ്വിയസ്ലി പറഞ്ഞു സാറിൻ്റെ തന്നെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഇത്രയും കുട്ടികൾ സഫർ ചെയ്യേണ്ടതില്ല എന്നുള്ള തോട്ടിൽ നിന്നാണ് ഇതൊരു സാധനം ഇവിടെ നമ്മുടെ നാട്ടിൽ ചെയ്ത് നോക്കാം എന്നുള്ളൊരു തോട്ട് വന്നത്. പക്ഷേ എവിടെ നിന്നാണ് സാറിന് ഈ MAP എന്ന് പറയുന്ന ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടായത്? ഓക്കെ, സോ ഡെഫിനറ്റ്ലി എൻ്റെ കരിയർ സ്വിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എനിക്ക് പേഴ്സണലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു
കരിയർ സ്വിച്ചിങ് ആയിരുന്നു അത്. അതായത് ഞാൻ പഠിച്ചത് ഇൻ്റർനാഷണൽ ബിസിനസ്സാണ്. ഞാൻ വർക്ക് ചെയ്ത് വന്നിരുന്നത് ടെക്നിക്കൽ സൈഡുമാണ്. അപ്പോൾ ആ ഒരു സ്വിച്ചിങ് ആണ് ഞാൻ കൂടുതലൊരു അക്കാഡമിക് സിസ്റ്റമായിട്ട് കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. അതൊരു സിലബസ് ആക്കി കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്നത്. കുറച്ചുകൂടെ എനിക്ക് എവിഡൻഷ്യലാണ് ആ ഒരു ഏരിയയിൽ കുറച്ചുകൂടെ കുട്ടികൾക്ക് ജോലി കിട്ടാനും ബിഗിനേഴ്സിന് ജോലി കിട്ടാനോ കുറച്ചുകൂടെ എളുപ്പമുണ്ട്, ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡേഴ്സ്. മനസ്സിലായല്ലോ? കുറച്ചുകൂടെ ഫ്ലെക്സിബിളായിട്ട് വർക്ക് ചെയ്യുന്നൊരു ഒരു ഏരിയ കൂടിയാണ് ഓട്ടോമോട്ടീവ് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈ സ്വിച്ചിങ് നമുക്കൊരു കരിക്കുലമായിട്ട് ഉണ്ടാക്കണം എന്നുള്ള ഒരു തോട്ടാണ് ഈ ഒരു സിസ്റ്റത്തിലേക്ക് വെച്ച് അവസാനിച്ചത്. അങ്ങനെയാണ് ഈ MAP പ്രോഗ്രാം എന്ന് പറയുന്ന RQF അലൈൻഡ് ആയിട്ടുള്ള റെഗുലേറ്റഡ് ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന UK-ൻ്റെ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം അലൈൻഡ് ആയിട്ടുള്ള ഒരു പഠന രീതി നമ്മൾ മനസ്സിലാക്കുന്നതും ഇത് നാട്ടിൽ കൊണ്ടെത്തിക്കണം എന്നുള്ള ഒരു തോട്ട് വരാനുള്ള കാരണം ഇത് തന്നെയാണ്. ഡെഫിനറ്റ്ലി ആരും പറഞ്ഞ് തന്നതോ ഒന്നുമല്ല, അങ്ങനെ അന്വേഷിച്ചു പോയപ്പോൾ മനസ്സിലാക്കിയതിലൂടെയാണ് ഇത് ഇതുവരെ വന്നെത്തിയിട്ടുള്ളത്. ജേണി എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. കാരണം ഒരുപാട് സ്ഥാപനങ്ങളിൽ നമ്മൾ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പേരൻസിൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ടു ചേഞ്ച് എന്ന് നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് അവിടെയും എല്ലാവരും ഒരുപോലെ നമ്മളെടുത്ത് പറഞ്ഞിരുന്നതും. ബട്ട് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബെനിഫിഷ്യൽ സൈഡ് എത്ര പറഞ്ഞു കഴിഞ്ഞാലും പറഞ്ഞ് തീരാത്ത എത്ര ബെനിഫിറ്റ്സാണ് ഇതിനുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ 4 വർഷം ടൈം കളയണം എന്നുള്ള ഒരു കാര്യം തന്നെ ചിന്തിച്ച് നോക്കും. നമുക്കിപ്പോൾ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകണമെന്ന് വിചാരിക്കാം, മേ ബി തൃശ്ശൂർ പോകണമെന്ന് വിചാരിക്കാം. നമ്മളിങ്ങനെ വളഞ്ഞ് പിടിച്ചിട്ട് തൃശ്ശൂർ പോകേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് നേരെ ഒരു നല്ലൊരു ഹൈവേ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഫോളോ ചെയ്യുന്നത് നല്ലത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് തന്നെയാണ് ഞങ്ങൾ അത്രയും സിമ്പിളായിട്ട് തന്നെയാണ് ഞങ്ങൾ ചിന്തിച്ചതും. ഇതൊരു ഈ ഒരു സിസ്റ്റം നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം വരാനും കാരണം നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. ലിമിറ്റഡ് സീറ്റ്സ് ആണ്. നമുക്ക് ഡെഫിനറ്റ്ലി ലിമിറ്റഡ് സീറ്റ്സ് ആണ്. ഇത് ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾക്ക് മെയിൻലി നമ്മൾ ഒരു മെറിറ്റ് സിസ്റ്റം തന്നെ നമ്മൾ ഇൻറ്റേർണലി വെച്ചിട്ടുണ്ട്. കുട്ടികളെ ബേസ്ഡ് ഓൺ അവർ മുന്നേ പഠിച്ചിട്ടുള്ള കോഴ്സുകൾ. ചില കുട്ടികൾ നമുക്ക് വന്നിട്ടുള്ള കുറച്ച് പ്രൊഫൈലിലെ കുട്ടികൾ എന്ന് പറയുന്നത് അവർ നോൺ സ്ട്രീമിൽ നിന്ന് വന്നിട്ടുള്ളതാണ്, ഹ്യൂമാനിറ്റീസ് പോലത്തെ. പക്ഷേ അവർക്ക് 90-95% ഒക്കെ മാർക്കുണ്ട് ഡെഫിനറ്റ്ലി. അപ്പോൾ അക്കാഡമിക് സൈഡ് അവർ സ്ട്രോങ് ആണ്. അവർക്കൊരു ഫൗണ്ടേഷൻ കൊടുത്താൽ മതി. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് തന്നെയാണ് ഞങ്ങൾ ആ ഫ്ലെക്സിബിലിറ്റി അവകാശപ്പെട്ടതും. ആ കുട്ടികൾക്ക് ഈസിലി എന്ത് ചെയ്യാം, ഈ കോഴ്സിലേക്ക് എൻ്റർ ചെയ്ത് മറ്റു കുട്ടികളെ പോലെ തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ. ഇപ്പോൾ ഈ ഡിഗ്രി ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ളവർക്കും പുറത്ത് പോയിട്ട് ചെയ്യാം ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഇത്രയും കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമ്മളൊരു സിസ്റ്റം കൊണ്ടുവരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് മെറിറ്റാണ്. ഹാവിങ് സെഡ് ദാറ്റ്, അവിടെ ഒരു മെറിറ്റ് വെക്കുമ്പോഴാണ് അർഹരായിട്ടുള്ള കുട്ടികൾക്ക് ആ ഒരു അവസരം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് നമ്മൾ അവിടെ വെച്ചിട്ടുള്ളത്, 1.99 lakhs എന്ന് പറയുന്നിടത്ത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു എൻട്രി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അത്രയും ബുദ്ധിമുട്ടുള്ളൊരു എൻട്രി ക്രൈറ്റീരിയ അല്ല. ഇപ്പോൾ എല്ലാവർക്കും ഈസിലി അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻട്രി ക്രൈറ്റീരിയ കൂടിയാണ് 1.99 lakhs എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ വരുന്ന കുട്ടികൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ BTech ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പോൾ ഇവർ അത്യാവശ്യം +2-ന് 80-85% മാർക്ക് കിട്ടിയിട്ടുള്ള കുട്ടികളാണ്. എവിടെയും നമുക്കൊരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല അവരുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട്. എന്തുകൊണ്ടോ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല. മേ ബി ആ ഒരു അക്കാഡമിക് ടൈമിൽ അവർ കിട്ടിയ ഒരു ഫ്രീഡം ആയിരിക്കാം ഒരു പക്ഷേ. അല്ലെങ്കിൽ അവർക്ക് ഈ പറയുന്ന പരീക്ഷാ പേടി, അല്ലെങ്കിൽ ഇതുവരെ കിട്ടിപ്പോന്നിരുന്ന ഒരുപാട് ക്യാപ്സ്യൂൾസ് ഇപ്പോൾ ഉണ്ടല്ലോ. നിലവിൽ +2 വരെ നമുക്ക് ഒരുപാട് ക്യാപ്സ്യൂൾസ് ഉണ്ടല്ലോ. ഈ ഒരു ഷുവർ ഷോട്ട് മെത്തേഡ് എന്ന് പറയുന്നത് +2 ഈസിലി പാസ്സാവാനുള്ള, അത് ഡിഗ്രിയിലേക്ക് എത്തുമ്പോൾ ഒരു എക്സ്റ്റെൻറ്റ് വരെ കുറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൈലബിലിറ്റി ഇല്ല. ഓക്കെ, അപ്പോൾ അത് തന്നെയായിരിക്കും ഒരു പക്ഷേ അവർക്ക് ഈ ഒരു അക്കാഡമിക് അച്ചീവ്മെൻറ്റ് കിട്ടാതെ പോയിട്ടുണ്ടായിരിക്കുക. BTech ഡ്രോപ്പ് ഔട്ട് എന്ന് പറയുന്ന കുട്ടികളുടെ കാര്യം പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്ക് സ്പെഷ്യലി
നല്ല മാർക്കുള്ള കുട്ടികൾ, പ്ലസ് ടുവിൽ നല്ല മാർക്കുള്ള കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് അഗെയിൻ ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു വലിയൊരു സമയം എടുക്കുന്നില്ല. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് ഡിഗ്രി കഴിഞ്ഞ് മാസ്റ്റേഴ്സിലോട്ട് പോകാനുള്ള ഓപ്ഷനുണ്ട്. ഓക്കെ, ഇത് നമുക്ക് വരുന്നത് അപ് ടു PhD ലെവൽ വരെയുള്ള പ്രോഗ്രഷൻ മെത്തേഡാണ് ഇപ്പോൾ നമുക്ക് നിലവിലുള്ളത്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഡിഗ്രി മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മുടെ കുട്ടികളെ ബേസ് ലെവലിൽ നിന്ന് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് എപ്പോഴും നല്ലത്. പാരൻസിന് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരിക്കും, ഇതെങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ അത് ബേസ് ലെവലിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ കിട്ടുന്നത് രക്ഷിതാക്കൾക്ക്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഈ സോ കോൾഡ് ഡ്രോപ്പ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനും പറ്റുന്ന ഒരു മെത്തേഡും കൂടിയാണ്. കാരണം അവർക്ക് ഈ എക്സാമിന് പേടിക്കാതെ കേസ് സ്റ്റഡീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് കൂടുതൽ ഇതിൽ വരുന്നത്. പിന്നെ ആളുകൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നൊരു മിസ്കൺസെപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ 4 വർഷത്തെ ഡിഗ്രി എങ്ങനെയാണ്, അല്ലെങ്കിൽ 3 വർഷത്തെ ഡിഗ്രി എങ്ങനെയാണ് 18 മാസം കൊണ്ട് കിട്ടുന്നത് എന്നുള്ള ഒരു ചോദ്യങ്ങൾ നമ്മൾ എത്ര പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ക്ലാരിറ്റി വരില്ല. അത് മാത്രമല്ല, നാട്ടിൽ നിന്ന് പഠിച്ച് പിന്നെ പുറത്തേക്ക് സെയിം ഇതിനു വേണ്ടി പോവുക എന്ന് പറയുമ്പോൾ ഐ ഓൾസോ തോട്ട് ലൈക്ക് അത് ഹൗ ഈസ് ഇറ്റ് ഈവൻ പോസിബിൾ? അവിടെയാണ് നമ്മുടെ കരിക്കുലം ഫോളോ ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. അതായത് ഈ യൂണിവേഴ്സിറ്റീസൊക്കെ നമ്മുടെ സിലബസ് അല്ലെങ്കിൽ കരിക്കുലംസ് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയാസ് വരുന്നുണ്ട്. ആ ക്രൈറ്റീരിയാസ് ഫുൾഫില്ല് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി യൂണിവേഴ്സിറ്റീസ് വിൽ സ്റ്റാർട്ട് അക്സെപ്റ്റിംഗ് അവർ ക്വാളിഫിക്കേഷൻ. ഓക്കെ, ഇത് കൂടാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റെഗുലേറ്റഡ് ക്വാളിഫിക്കേഷൻ ഫ്രെയിം വർക്ക് എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്ക് അലൈൻഡ് ആയിട്ടാണ് ഈ കരിക്കുലംസും ഈ ഒരു കോഴ്സും ഫ്രെയിം ചെയ്തിട്ടുള്ളത്. സോ ഡെഫിനറ്റ്ലി അക്സെപ്റ്റൻസ് ഒരുപാട് കൂടുതലാണ് കമ്പയർഡ് ടു, മനസ്സിലായല്ലോ. കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ എല്ലാ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൻ്റെ എണ്ണം. ഇപ്പോൾ ഈയിടെയായിട്ട് പിന്നെ ഇപ്പോൾ UAE പുറപ്പെടുവിച്ച ഒരു ലിസ്റ്റ് ഓഫ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത്. പാരൻസ് എത്രത്തോളം ഇത് അവെയർ ആണെന്ന് അറിയില്ല. ഏതൊക്കെ അവരുടെ മക്കൾ പഠിച്ചിട്ടുള്ള ഏതൊക്കെ യൂണിവേഴ്സിറ്റീസോ കോളേജസ് അതിലുണ്ട് എന്നുള്ളത് പോലും ശ്രദ്ധിച്ചിട്ടില്ല. കാരണം ഇതൊരു ഫ്ലോ ആണ് നമ്മുടെ നാട്ടിൽ, മനസ്സിലായല്ലോ. 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ, അത് കഴിഞ്ഞാൽ +2, അത് കഴിഞ്ഞാൽ ഡിഗ്രി, ഇത് കഴിഞ്ഞാൽ മാസ്റ്റേഴ്സ്, അത് കഴിഞ്ഞാൽ PhD. ഇതിപ്പോൾ ഇനി PhD കഴിഞ്ഞ് കഴിഞ്ഞാൽ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് ഇനി പോവും ഈ ഒരു റിലേ. അപ്പോൾ ഇവിടെ ഈ രീതിയിലാണ് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നത്. അറ്റ്ലീസ്റ്റ് ഈ മാറ്റങ്ങൾ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ മറ്റുള്ളവരിലേക്ക് ഒരു ഇഫക്റ്റീവായിട്ടുള്ള ഒരു കരിയർ ഗ്രോത്ത് കൊണ്ടുവരാൻ ശ്രമിച്ച് അത് സക്സസ് ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആളുകൾ ഈ രീതിയിൽ ചിന്തിക്കൽ തുടങ്ങും. ഇതിൻ്റെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളുമൊക്കെ ഡിഗ്രി അവാർഡ് ചെയ്യാൻ എപ്പോഴും യൂണിവേഴ്സിറ്റിക്കേ പറ്റത്തുള്ളൂ, ഡെഫിനറ്റ്ലി. അപ്പോൾ നമ്മുടെ കുട്ടികൾ പോകുന്നത് യൂണിവേഴ്സിറ്റീസിനാണ് പോകുന്നത്. വേൾഡിലെ ബെസ്റ്റ് റാങ്കിങ് യൂണിവേഴ്സിറ്റീസിലേക്ക് തന്നെയാണ് അവർ പോകുന്നത്. 13 രാജ്യങ്ങളിൽ. യെസ്. നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ്? UK ആണ് കുറച്ചുകൂടെ എളുപ്പം കുട്ടികൾക്ക്. കാരണം അവരുടെ എത്രത്തോളം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വിസ ഫ്രണ്ട്ലി ആണ് കുറച്ചുകൂടെ UK എന്ന് പറയുന്ന കൺട്രീസ്. അല്ലെങ്കിൽ നമ്മുടെ ആളുകൾക്ക് കുറച്ചുകൂടെ എളുപ്പമാണ് അവിടുത്തെ സിസ്റ്റംസ്, UK-ൻ്റെ ആപ്ലിക്കേഷൻ വിസ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി UK ആണ്. ബട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഒരേ രീതിയിൽ തന്നെയാണ് നമ്മൾ US, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്യൻ കൺട്രീസ് ആയിട്ടുള്ള നെതർലാൻഡ്സ്, ചെക്ക് റിപ്പബ്ലിക്, ജർമ്മനി, ഇതൊക്കെ ഇതുപോലെ തന്നെ നമ്മൾ അവകാശപ്പെടുന്നുണ്ട്. അക്സെപ്റ്റൻസ് ആയാലും ശരി, അല്ലെങ്കിൽ പ്രോഗ്രഷൻ ആയാലും ശരി. ബട്ട് നമ്മളെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസാണ്. ബിക്കോസ് ഗ്ലോബലി നോക്കുകയാണെങ്കിൽ പോലും ഹൈ റാങ്കിങ് യൂണിവേഴ്സിറ്റീസിൽ വരുന്നത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് യൂണിവേഴ്സിറ്റീസിലുള്ള കോഴ്സുകൾ തന്നെയാണ് വരുന്നത്. പിന്നെ ഡെഫിനറ്റ്ലി ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ കുട്ടികൾ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ വന്ന് ഇനി തിരിച്ച് ജോലി ചെയ്യാനായി പുറത്ത് യൂണിവേഴ്സിറ്റീസിലോ അല്ലെങ്കിൽ പുറത്ത് കൺട്രീസിലോ മറ്റോ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവർക്ക് ചെയ്യേണ്ട
സർട്ടിഫിക്കേഷൻ അറ്റസ്റ്റേഷൻ പ്രൊസീജിയേഴ്സ് വളരെ ഡിഫറെൻ്റാണ്. അവിടെ ഈ അറ്റസ്റ്റേഷനും കാര്യങ്ങളും ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ വിസ പ്രോസസ്സിങ്ങിലേക്ക് കയറാനും പറ്റത്തില്ല. പലർക്കും അറിയില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പോൾ യുകെൻ്റെതാണെങ്കിൽ പോലും ഒരു 3 to 4 സ്റ്റേജ് ഓഫ് അറ്റസ്റ്റേഷൻ പ്രോസസ്സാണ് ഉള്ളത്. ബട്ട് വെരി ട്രാൻസ്പെറൻറ്റ്, വെരി ഈസി ടു ഡു ദാറ്റ്. ഞാനത് പേഴ്സണലി എൻ്റെ സർട്ടിഫിക്കറ്റ്സും ഞാനത് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്, കമ്പയർഡ് ടു അതർ കൺട്രീസ്. അങ്ങനെ കുറച്ച് ഫ്ലെക്സിബിലിറ്റീസ് ഉണ്ട്, ഇതിലും കുറച്ച് ഫ്ലെക്സിബിലിറ്റീസ് ഉണ്ട് കുട്ടികൾക്ക്. കരിയറുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ ഫോറിൻ കൺട്രീസ് വെക്കുന്ന ചില ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ജർമ്മനി ഫോർ ഇൻസ്റ്റൻസ്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കാൻ കഷ്ടപ്പെടുന്നതാണ് ജർമ്മൻ ലാംഗ്വേജ്. അല്ലെങ്കിൽ ഏത് യൂറോപ്യൻ കൺട്രീസാണോ പോകുന്നത് അവിടെ പോകുന്ന കുട്ടികൾക്ക് അവിടുത്തെ നേറ്റീവ് ലാംഗ്വേജ് പഠിക്കണം എന്നുള്ള ഒരു ക്രൈറ്റീരിയ ഫേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 12ാം ക്ലാസ് വരെ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടും ശരിയാവാത്ത കുട്ടികളാണ് പോയിട്ട് യൂറോപ്യൻ പഠിക്കുന്നത്. യൂറോപ്യൻ ഭാഷ പഠിക്കുന്നത്. ഓക്കെ, അതും 6 മാസത്തെ ക്രാഷ് കോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ്റെ നെക്സ്റ്റ് അഡ്വാൻറ്റേജ് വരുന്നത്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഇവർക്ക് ബേസിക് ഒരു ഇംഗ്ലീഷിന് ഇപ്പോൾ 70% മാർക്കുള്ള ഒരു സ്റ്റുഡൻറ്റിന് ബേസിക് നോളജ് ഓഫ് ലാംഗ്വേജ് തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ അതിനെ നിങ്ങൾ വീണ്ടും ട്രെയിൻ ചെയ്തെടുക്കും. ഉണ്ട് ഡെഫിനറ്റ്ലി. ഒരു അറ്റ്ലീസ്റ്റ് ഒരു നേറ്റീവ് പ്രൊഫിഷ്യൻസി കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിൽ ആക്കിയെടുക്കും. പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ ഞാനീ പറഞ്ഞല്ലോ, ഇപ്പോൾ യൂറോപ്പിലൊക്കെ പോകുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ അഡ്വാൻറ്റേജാണ് നമ്മുടെ കോഴ്സ്. ഇപ്പോൾ ജർമ്മനി ഓപ്റ്റ് ചെയ്ത് പോകുന്ന ആളുകൾക്ക് ജർമ്മൻ ലാംഗ്വേജ് ഒരു പരിധി വരെ വേവ് ഓഫ് ചെയ്യാൻ പറ്റും, ബിക്കോസ് ദേ ആർ ബ്രിട്ടീഷ് ഗ്രാജുവേറ്റ്സ്. മനസ്സിലായില്ല? അപ്പോൾ അങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. ബട്ട് എന്താ പറയുക, ഞങ്ങളും ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുട്ടികൾ ആ അഡ്വാൻറ്റേജ് നമ്മൾ പറയാതെ തന്നെ അവർ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമുക്കും അതിനൊരു ഗ്ലിറ്ററിങ് ഉണ്ടായിരിക്കുക, നമ്മളെ ക്വാളിഫിക്കേഷൻ ഒരു ഗ്ലിറ്ററിങ് ഉണ്ടായിരിക്കുക. അപ്പോൾ അത് അവർ അറിഞ്ഞു മനസ്സിലാക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ഇനി തീർച്ചയായിട്ടും ഇത് കേൾക്കുന്ന സ്റ്റുഡൻസിനും അല്ലെങ്കിൽ ഈ പറയുന്ന പേരൻസിനും ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു സംശയം എന്ന് പറയുന്നത് എങ്ങനെയാണ് വിശ്വസിക്കുക എന്നുള്ളതാണ്. ഹൗ ടു ട്രസ്റ്റ് MVP. ലൈക്ക് ഇപ്പം ഞാനിത് കേൾക്കുന്ന, ഇപ്പോൾ എൻ്റെ ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് കേൾക്കുകയാണെങ്കിലും ഒബ്വിയസ്ലി പൈസ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്, ഡ്യൂറേഷൻ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ വേറെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇത്രയധികം വർഷത്തെ കോഴ്സുകളൊക്കെ പറഞ്ഞ് അവിടെ തൊട്ടിപ്പുറം ഇത്രയും വർഷത്തെ പാരമ്പര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് വന്നിട്ട് ഇത് പറയുമ്പോൾ എങ്ങനെ വിശ്വസിക്കും എന്നുള്ളൊരു സംശയം തീർച്ചയായിട്ടും ഉണ്ടാവും. സോ ഐ ജസ്റ്റ് വാണ്ടഡ് ടു നോ, ഇതിൻ്റെ ഡയറക്ടേഴ്സ് ആരാണ്, ഇതിൻ്റെ പുറകിലുള്ള ആളുകൾ, ഇതിൻ്റെ ഒരു എഫേർട്ട്, അല്ലെങ്കിൽ പുതിയ മുന്നിലോട്ട് വരുന്ന കുട്ടികൾക്ക് എങ്ങനെ ഈ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ അവരുടെ കോഴ്സിനെ വിശ്വസിക്കാം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ എങ്ങനെ വിശ്വസിക്കണം എന്നുള്ള പറയുന്ന കാര്യത്തിനോട് ഞാൻ പറയുന്ന ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏറ്റവും എളുപ്പം ഇതിനെ പറ്റിയിട്ട് പറയുന്ന ആൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്നുള്ളതാണ് ഫസ്റ്റത്തെ തോട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. ആൻഡ് ഐ ആം എ ബ്രിട്ടീഷ് ഗ്രാജുവേറ്റ്, അത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡെഫിനറ്റ്ലി. ഞാൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ വന്നിട്ടുള്ള ഒരാളാണ്. സോ ഐം വെൽ പ്രൊഫിഷ്യൻ്റ് ഇൻ ദാറ്റ്. ഓക്കെ, ആ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ അസസ്മെൻറ്റ് മെത്തേഡ്സ് എങ്ങനെയാണ്. സോ ഒരു ബ്രിട്ടീഷ് ഗ്രാജുവേറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുള്ളൊരു ഗ്രാജുവേറ്റാണ് ബാക്ക് ഇൻ 2009-2010. അപ്പോൾ അത് തന്നെയാണ് എനിക്കിതിൽ ഉള്ള ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ്. കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാനിതിൽ കൊടുക്കുന്ന പ്രിവിലേജസ് എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ്ലി, ഞാനാണ് വൺ ഓഫ് ദ ഫൗണ്ടേഴ്സ്. ഓക്കെ, ലൈമാക്സ് ആൻഡ് ഓൾ അവർ ഫൗണ്ടേഴ്സ് ആർ ബ്രിട്ടീഷ് ഗ്രാജുവേറ്റ്സ്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ വേറൊരു വലിയ പ്രത്യേകത. ഇനി നമ്മൾ ഈ ലൈമാക്സ് എന്ന് പറയുന്ന ഈ ആശയത്തോട് തന്നെ, ഈ പേരിനോട് തന്നെ നമ്മൾ കണ്ടുവച്ചിട്ടുള്ള ഒരു എക്സ്പൊണൻഷ്യൽ എന്ന് പറഞ്ഞാൽ ലേൺ യുവർ മാക്സിമം എന്നുള്ളതാണ്. അതായത് അതിരുകളില്ലാതെ പഠിക്കുക എന്നുള്ളത്. അത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. പറ്റുന്നിടത്തോളം പഠിക്കുക, അതിന് ഒരിക്കലും
പണം ഒരിക്കലും ഒരു തടസ്സമാകരുത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അർഹതപ്പെട്ടവർക്ക് ഈ ഒരു അവസരങ്ങൾ കിട്ടണമെന്ന് ഞങ്ങളും അതിയായി ആഗ്രഹിക്കാനുള്ള ഒരു കാരണം അത് തന്നെയാണ്. പിന്നെ നമുക്ക് എത്ര കൊടുത്തു കഴിഞ്ഞാലും ട്രസ്റ്റ് എന്ന് പറഞ്ഞത് ഒരിക്കലും പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നതല്ല. അത് എക്സ്പീരിയൻസ്ഡ് ആണ്, മനസ്സിലായല്ലോ, എക്സ്പീരിയൻസ്ഡ് ആണ്. നമുക്ക് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന എല്ലാ ഡോക്ടേഴ്സും ഒരുപോലെ തിരക്കുള്ളവരായിരിക്കില്ല. ഓക്കെ, അതിൽ തിരക്കുള്ള ആളുകളുടെ ഡോറിൻ്റെ ഫ്രണ്ടിൽ, ഡോക്ടേഴ്സിൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് പേഷ്യൻസ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരാളുകളും ഇല്ലാത്ത വെറുതെ ഇരിക്കുന്ന ഡോക്ടേഴ്സ് ഒരേ ഹോസ്പിറ്റലുണ്ട്. ഓക്കെ, ഡെഫിനറ്റ്ലി ബേസ്ഡ് ഓൺ ആ ക്വാളിഫിക്കേഷനും അവർ അച്ചീവ് ചെയ്തിട്ടുള്ള സ്കില്ലിനെയും ബേസ് ചെയ്തിട്ടാണ് അവിടെ തിരക്ക് വരുന്നത്, മനസ്സിലായല്ലോ. ഇത് തന്നെയാണ് നമ്മൾ പറയുന്നതും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ, മാക്സിമം സ്കിൽ ചെയ്യുക, നിങ്ങൾ ഏൺ ചെയ്യാൻ തുടങ്ങുന്ന സമയം എന്ന് പറയേണ്ടത് നിങ്ങളെ ഏജിൻ്റെ ബെസ്റ്റ് ടൈം ആയിരിക്കണം. ഞങ്ങൾ വെച്ചിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ബിഫോർ 20 years ഓഫ് ഏജ് നിങ്ങൾ വർക്ക് ചെയ്യൽ സ്റ്റാർട്ട് ചെയ്യണം. ബിഫോർ 20 years, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിത് ഇത്രയും പോപ്പുലറായിട്ട് തന്നെ കുട്ടികളിലേക്ക് എത്തിക്കാനും ഞങ്ങൾ നോക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ കാരണം ആ 20s കുട്ടികളുടെ ഫയർ ഒരിക്കലും 25 years കുട്ടികളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഏജിലുള്ള ആളുകളിലേക്ക് ഉണ്ടായിരിക്കില്ല. ആ ഫയർ എന്ന് പറയുന്നത് ആ ഒരു ഏജിൽ മാത്രം കണ്ടുവരുന്ന ആ ഒരു പെക്യുലിയർ കാര്യങ്ങളാണ്. അത് ആ ടൈമിലുള്ള കുട്ടികൾക്ക് അത് കിട്ടുന്നുണ്ടെങ്കിൽ 25 വയസ്സാകുമ്പോഴത്തേക്കും അവർ യെസ്, ഡെഫിനറ്റ്ലി. പിന്നെ ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള ചിന്താഗതികളുള്ള ആളുകളുണ്ടായിരിക്കും, മനസ്സിലായല്ലോ. അതിലുള്ള ഒരു വിഭാഗം ആളുകളാണ് ഇപ്പോൾ എന്താ പറയുക, ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരു നോളജ് എന്ന രീതിയിൽ പാരാമീറ്റർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടായിരിക്കും. ബട്ട് എത്രയും ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, എത്രയും കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം ആളുകളിലേക്ക് ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ പറ്റുന്നു, അതാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അത് തന്നെയാണ്, മനസ്സിലായില്ലേ. നമ്മുടെ ആളുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ഒരാളെ എങ്ങനെ മനസ്സിലാവാതെ ഒരു മെസ്സേജ് കൺവേ ചെയ്യണം, കട്ടിയുള്ള വാക്കുകളൊക്കെ യൂസ് ചെയ്ത്. ഇതൊക്കെയാണ് നമ്മളെ നാട്ടിലെ എക്സാക്ട്ലി. അപ്പോൾ ബേസിക്കലി ഈസിലി ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾക്ക് അത് മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. റാദർ ദാൻ ടെക്നിക്കലായിട്ടുള്ള, എനിക്കിപ്പോൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് എനിക്ക് സംസാരിക്കാം. ബട്ട് എനിക്കറിയാം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് അത് ഒന്നും കേട്ടാലും മനസ്സിലാവില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്ന ശൈലിയിലും ഞാനത് വളരെ മിനിമലായിട്ടും മനസ്സിലാവുന്ന രീതിയിലും ഞാനത് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇത് തന്നെയാണ് ഞങ്ങളെ എഡ്യൂക്കേഷൻ ഫോളോ ചെയ്യുന്ന രീതിയും. പഠിക്കുന്ന കുട്ടികൾക്ക് എളുപ്പത്തിൽ പഠിച്ച് മിനിമം ടൈം കൊണ്ട് മാക്സിമം കാര്യങ്ങൾ പഠിച്ച് ജോലിയിലേക്ക് കയറാൻ പറ്റുന്ന ഒരു പഠന രീതി.